ഹായ് ഇന്ന് കുറച്ച് പച്ചക്കറി വിത്തുകൾ നടാനുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ചീരയാണ് കേട്ടോ. ചീരയും കുക്കുംബറും അതുപോലെ തന്നെ നമ്മുടെ പടവലങ്ങിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിയതാണ് കേട്ടോ. ഒരു പാക്കറ്റിന് 35 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില. അപ്പോൾ അത് നമ്മുടെ പച്ചക്കറി ഇട്ട് വയ്ക്കുന്ന കൊട്ടയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ പേപ്പർ ഗ്ലാസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നിലത്ത് കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ നിറയെ കോഴികളുണ്ട് കേട്ടോ. അത് കൊത്തിയെടുക്കും, അതുകൊണ്ടാണ് ഗ്ലാസ്സിലാക്കി വയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് മണ്ണും ചാരവും എടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സിൽ കുറച്ച് മണ്ണും ചാരവും എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് ഒരു 7-8 മണിക്കൂർ ഈ വിത്തുകൾ അതിലിട്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കുഴിച്ചിടുന്നത്. ഇത് അച്ഛൻ ചെയ്ത് കണ്ടതാണ് കേട്ടോ. അച്ഛൻ നല്ലൊരു കർഷകനായിരുന്നു. അച്ഛൻ ഇങ്ങനെയാണ് വിത്ത് കുഴിച്ചിടുന്നത്. ഞാൻ വിത്ത് കുഴിച്ചിടുന്നതിന് മുന്നേ വിത്ത് മുളപ്പിക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വിത്ത് മുളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല ശക്തിയോടെ നല്ല വിത്തുകൾ നല്ല ചെടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് കേട്ടോ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനത് കണ്ടിട്ടുണ്ട് അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അത് ആ പേപ്പർ ഗ്ലാസ്സിലെ മണ്ണും ചാണകപ്പൊടിയാണ് കേട്ടോ മിക്സ് ചെയ്തിരിക്കുന്നത്. പശു ഉള്ളതുകൊണ്ട് ഇവിടെ ചാണകപ്പൊടി ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഓരോ ഗ്ലാസ്സിൽ നിറച്ചിട്ട് അതിൽ വിത്ത് പാവുകയാണ് ചെയ്തിട്ടോ. കുറച്ച് ഓരോ വിത്ത് 2-3 വിത്തൊക്കെ ആയിട്ട് കുക്കുംബർ ഞാൻ ഓരോന്നിലും നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഗ്ലാസ്സിലും ഞാൻ ഫില്ല് ചെയ്ത് നിറയ്ക്കുകയാണ്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് ആഴത്തിൽ കുഴിച്ചിടാൻ പാടില്ല. വിത്ത് കുഴിച്ചിടുമ്പോൾ കുറച്ച് മേലെ ആയിട്ടാണ് കുഴിച്ചിടാൻ പാടുള്ളൂ. അപ്പോഴത് വേഗം മുളയൊക്കെ പൊട്ടി പുറത്തോട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മേലെ തന്നെയാണ് നല്ല നേരെ എല്ലാം കുഴിച്ചിട്ട് സെറ്റാക്കി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിൽ വിത്ത് കുഴിച്ചിടുക കേട്ടോ നല്ലത്. അപ്പോൾ പെട്ടെന്ന് വളരാനൊക്കെ നല്ലത് വൈകുന്നേരങ്ങളിലാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരത്തോ അല്ലെങ്കിൽ രാവിലെ നേരത്തെയോ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ വൈകുന്നേരത്താണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെയിലത്ത് കിണറിൻ്റെ മതിലിലാണ് വെക്കുന്നത്. വീട്ടിലെ അടുക്കള കിണറാണ് കേട്ടോ. താഴെ വെച്ചാൽ കോഴി കുത്തിക്കൊണ്ട് പോകും, അതുകൊണ്ടാണ് ഞാൻ മുകളിൽ വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ചീര വിത്തുകൾ ഞാൻ കിണറിൻ്റെ സൈഡിൽ തന്നെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വാടി നിൽക്കുന്നത് അത് പച്ചച്ചീര തലേദിവസം കുഴിച്ചിട്ടതുള്ള സമയങ്ങളിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് മുള്ളങ്കി വിത്തും കൂടെ പാവാനുള്ള തീരുമാനത്തിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ അത് ചേച്ചി വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്നു എന്താണ് കുറേ മാസമായി ഞാൻ കുറച്ച് പാവി, പക്ഷെ അത് ഉണ്ടായില്ല കേട്ടോ. കാഞ്ഞിടത്ത് അമ്മയ്ക്കും കൊണ്ടുപോയി കൊടുത്തു. അമ്മയ്ക്കും 2-3 ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ അതുണ്ടോ ഞാൻ പാവിയിട്ട് എനിക്ക് ആകെ 2 ചെടിയേ ഉണ്ടായുള്ളൂ. അപ്പോൾ ബാക്കി വിത്തുകൾ പാവി ഞാൻ നോക്കി വെക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ താഴെ വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ കോഴിക്കുട്ടന്മാർ ഇതൊക്കെ കൊത്തിയെടുത്ത് കൊണ്ടു കേട്ടോ. അപ്പോൾ അവരെ കാണാതെ ഞാൻ കിണറ്റിൻ്റെ മതിലിലാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് കയറി കൊത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ചെറിയ ചേച്ചി കൊണ്ടുപോയിട്ട് ഒരു 10-20 കിലോളം മുള്ളങ്കി ചേച്ചി വിറ്റു എന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. ചേച്ചി പറിച്ച വിത്തും അതിൻ്റെ കിഴങ്ങൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ വിത്തൊക്കെ പാവി കൊടുത്തിട്ടുണ്ട്. ഇനി അത് വന്നു കഴിഞ്ഞാൽ മുളച്ചിട്ട് വന്ന് വേറെ കുഴിച്ചിടാനുള്ള പ്ലാനിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ചൊരു ചാക്കിലാണ് ഒന്നിച്ച് കുഴിച്ചിടുക ചെയ്തിട്ട്. അപ്പോൾ അത് കുറേ ഉണ്ടായിട്ട് മൊത്തത്തിൽ നല്ല അമ്മച്ച് വന്നിരുന്നു കേട്ടോ. പിന്നെ അത് അളിഞ്ഞു പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒന്ന് പാവിയിട്ട് തനിയെ പറിച്ച് കുഴിച്ചിടാമെന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. ഈ വിത്ത് നടൽ വീഡിയോ ഞാൻ ഒരാഴ്ച മുമ്പ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മുടെ വിത്തുകളൊക്കെ മുളച്ചിട്ട് നടാൻ ഭാഗത്തിൽ ചെടിയായി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ അതൊക്കെ പറിച്ച് നട്ടിട്ടുണ്ട്. ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കി അപ്ഡേഷൻസൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടാം. എൻ്റെ കുക്കുംബർ ഉണ്ടാവുമോ അതുപോലെ മുള്ളങ്കി ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.